സംസാരിച്ചോ, നന്നായി സംസാരിക്കുന്നുണ്ടല്ലോ. ഒരാളെ കോഴി അല്ലെങ്കിൽ ഞരമ്പ് രോഗി അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ കഴപ്പ് കൂടുതൽ അങ്ങനെ പറഞ്ഞ ശരിയാണ്. എനിക്കതിനോട് യോജിപ്പില്ല, അങ്ങനെ ഷെയിം ചെയ്ത് സംസാരിക്കുന്നതിനോട്. അങ്ങനെ പറയുന്നത് ശരിയാണ്. എനിക്ക് അതിനോട് യോജിപ്പില്ല. പിന്നെ ആണുങ്ങൾക്ക് ലവും ആണുങ്ങൾക്ക് ലസ്റ്റും പെണ്ണുങ്ങൾക്ക് ലവ് ആണ് ശരിയാണ്. എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ. എല്ലാവർക്കും ലവ് വേണ്ടത് തന്നെയാണ്, എല്ലാവർക്കും ലസ്റ്റ് വേണ്ടത് രണ്ടും ഉണ്ട്. ജെൻഡർ സ്പെസിഫിക് ആയിരുന്നൊരു കാര്യമല്ലല്ലോ. ഇപ്പൊ നിങ്ങൾ ഡീൽ ചെയ്ത സൈക്കോളജിക്കൽ കേസിലുള്ള എന്താ പറയാ ഇഷ്ടമല്ല നടത്തുന്നത് ശരിയല്ല പറയേണ്ട കേസ് ഒന്നുണ്ടോ? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ അടുത്തത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിക്കാൻ ആരും വരാറില്ല. അവരെന്തെങ്കിലും ഒരു ഇമോഷണൽ സ്റ്റേറ്റ് കൂടെ പോകുമ്പോൾ അവരുടെ ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെ ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല, കാരണം അവർ കൺഫ്യൂസ്ഡ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടാ വരിക. അല്ലാതെ നീത ഞാനീ ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിക്കാൻ എൻ്റെ അടുത്ത് വരണ്ടല്ലോ. അല്ല, എനിക്ക് തോന്നുന്നത് ക്ലാരിറ്റി കുറച്ചുകൂടി വന്നോണ്ടായിരിക്കില്ലേ, പറയാനുള്ള ധൈര്യം എത്തിക്കൊണ്ടായിരിക്കില്ലേ, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വന്നോണ്ടായിരിക്കില്ലേ. അപ്പൊ അതുവരെ ആണുങ്ങൾ അറിയണ്ടായിരുന്നോ? അപ്പൊ പിന്നെ എങ്ങനെയാ? പ്രാക്ടിക്കലാണ് അത്. കുറച്ച് കാലം ഇങ്ങനൊന്നും ആയിരിക്കത്തില്ല. ചുമ്മാ കൊച്ചൊക്കെ തന്നെ ഉണ്ടായി വരും, പേടിക്കണ്ട. കൊച്ചുങ്ങളൊക്കെ തന്നെ ഉണ്ടായിക്കോളും. വല്ല മെഷീനകത്ത് വെച്ച് കഴിയുമ്പോൾ കൊച്ചുണ്ടാവും. ഒരു മെഷീനകത്ത് വെച്ച് കഴിഞ്ഞാൽ കൊച്ചൊക്കെ ഉണ്ടായി വരും. അതുകൊണ്ട് കല്യാണം ഒന്നും കഴിച്ചില്ലെങ്കിൽ ഇവിടെ ആർക്കും പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ യൂറോപ്പിലുള്ള പല ആണെങ്കിലും കല്യാണം കഴിക്കുന്നില്ല. കാരണം എന്താണ്? കാരണം അല്ല അത് പറയുന്നത് ഇപ്പൊ ആണിന്റെ അവസ്ഥ ഇന്ന് കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ സ്വത്ത് പോകും. ലിവിങ് ടു ഗേൾഫ്രണ്ട് വെച്ചാൽ പീഡണം. അപ്പൊ ഈ ആളുകൾ എന്ത് ചെയ്യണം? ആളുകളുടെ അവസ്ഥ തോന്നി ഒരു പെണ്ണ് ഒരു കേസ് ആണുങ്ങളൊന്നും ചെയ്യണം, ആണും പെണ്ണും ഒന്നും ചെയ്യണ്ട. താൻ തന്റെ പണിയൊക്കെ ചെയ്തവിടെ നടക്കുക, സ്വസ്ഥമായിട്ട് ജീവിക്കുക. അതിനിടെ വല്ലതൊക്കെ വലിയൊരു ബന്ധമുള്ളൂ. അതിനിടയിൽ എന്തെങ്കിലുമൊക്കെ നമ്മളൊക്കെ പൊക്കോളും. മെനക്കെടരുത്. കല്യാണം കഴിക്കാൻ മെനക്കിടുക, പെണ്ണിനെ വളയ്ക്കാൻ മെനക്കിടുക, ഇത് പോലെ നടക്കുക, അങ്ങനെയൊന്നും പോകല്ലേ. ശരിക്കും വളർത്തിയ നമ്മൾ സിൻസിയറായിട്ട് പറഞ്ഞ ആൾ അക്സെപ്റ്റ് ചെയ്തു. എന്നോട് ഒരാൾ പറഞ്ഞ നിങ്ങള് പ്രണയ കുറച്ച് അഭിനയിക്കണോ, ഈ അഭിനയിച്ചില്ലെങ്കിൽ ഒന്നും നടക്കില്ല. എന്തൊക്കെയാണ് നിങ്ങളോട് അഭിനയിക്കാൻ പറഞ്ഞത്? അല്ല എന്താണ് ലൈഫിൽ അഭിനയിക്കാൻ മുമ്പോട്ടുള്ളൂ. ഇല്ലാത്ത കാര്യം ഹിപ്പോക്രസി കാണില്ല, ഭയങ്കര റൊമാൻറ്റിക് ആവുക. സന്തോഷിനെ സംബന്ധിച്ചിടത്തോളം സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളോട് ജസ്റ്റ് എനിക്ക് ഇഷ്ടമാണ്, ഐ ലവ് യു എന്ന് പറയുന്നതോടുകൂടി കഴിഞ്ഞോ? അതെങ്ങനെയാ സന്തോഷം എക്സ്പ്രസ് ചെയ്യുന്നത്? സന്തോഷ് ലവ് തോന്നുന്നത് സെലിബ്രിറ്റി ആയിരിക്കും. അങ്ങനെയില്ല. അതൊക്കെ പണ്ടത്തെ കഥ. അതല്ല ഇപ്പൊ അങ്ങനെയാന്ന് വെച്ചാൽ സെലിബ്രിറ്റി അല്ല ഒരു പറഞ്ഞിരിക്കുന്നു. പിന്നെ ഞാൻ എത്ര പേര് പറഞ്ഞു? ആരോടാ പറഞ്ഞിരിക്കുന്നത്? എല്ലാ സിനിമയിലും തന്റെ 2 ഫ്രണ്ട്സിനോട് ഞാൻ പറഞ്ഞാണ് അറിയാമല്ലോ. തന്റെ 2 വുമൺ ഫ്രണ്ട്സിനോട് ഞാൻ പറഞ്ഞാണ് അറിയാമോ. പേര് അവർ സെലിബ്രിറ്റി അല്ല. ആരൊക്കെയാണ് ആൾക്കാർ മറന്നു വരുന്നത്? അവർ സെലിബ്രിറ്റി ഒന്നല്ല. എനിക്കറിയാം ആരൊക്കെയാണ് അവർ. 2 പേരും സെലിബ്രിറ്റികളാണ്. എന്റെ അത്ര പേരില്ല. സെലിബ്രിറ്റിയാണ്. ആണോ? സെലിബ്രിറ്റിയാ. സാധാരണക്കാരോട് പറഞ്ഞു. ഞാൻ എങ്ങനെ അവരെ കണ്ടത്? എവിടെ വെച്ചാ കണ്ടത്? എങ്ങനെയാ കണ്ടത്? ഈ ചാനലൊക്കെ അല്ലേ കണ്ടത്? എന്റെ ഒപ്പം കാണുന്ന ചാനലിൽ കണ്ട ഞാൻ പരിചയപ്പെട്ടു. ഇന്റർവ്യൂ ഒന്നും കണ്ടിട്ടില്ലേ? അവർ സെലിബ്രിറ്റി ഒന്നും അല്ല. പിന്നെന്താ? ഇനി നിങ്ങൾ സംസാരിക്കും, ഞാൻ സംസാരിക്കും. മതിയായി. അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? എങ്ങനെ ഒരാൾക്ക് ഹഗ് കൊടുക്കാം. ഈ ബാറ്റ് ടച്ച് ഗുഡ് ടച്ച് വ്യത്യാസമല്ല. ഈ ഗുഡ് ടച്ച് ആണല്ലോ ഗുഡ് ടച്ച് ആണല്ലോ. ഒരു പെണ്ണിനെ സ്പർശിക്കുമ്പോ ഗുഡ് ടച്ച് ലവും ബാഡ് ടച്ച് ലസ്റ്റും ആണ്. ഇത് ലവ് അല്ല, ഗുഡ് ടച്ച് ലവും ബാഡ് ടച്ച് ലസ്റ്റും ആണ്. അല്ല
ഞാൻ ലസ്റ്റ് ചോദിച്ചത് പ്യൂർ അല്ല. എക്സ്പ്രഷൻ ഓഫ് ലവിനകത്ത് ടച്ച് മാത്രമാണോ സന്തോഷം ഒരാളെ സ്നേഹമാണെങ്കിൽ അയാളുടെ കൈ പിടിച്ചിട്ട് മാത്രമാണോ സ്നേഹിക്കാൻ പറ്റുക? വേറെ ഏതൊക്കെ രീതിയിൽ ഒരാളെ ഞാൻ ചോദിക്കുന്ന സെക്സ് അല്ല, ഞാൻ ചോദിക്കുന്ന സന്തോഷം എങ്ങനെയൊക്കെ നമുക്ക് സ്നേഹം പ്രകടിപ്പിക്കാം? വാട്ട് ഈസ് യുവർ ഐഡിയ ഓഫ് ലവിങ് സംവൺ? ടെലിപ്പതി ആവാം, അല്ലാതെ ആവാം. ടെലിപ്പതി മൈൻഡ് ടു മൈൻഡ് അല്ല, അത് അപ്പോഴും ഇപ്പൊ ആ കുട്ടീനെ സ്നേഹിക്കാന്ന് വെച്ചാൽ എങ്ങനെ എക്സ്പ്രസ് ചെയ്യും? പറയൂ. അതാ പറഞ്ഞ നമുക്ക് മനസ്സുകൊണ്ട് സംസാരിക്കാറുണ്ട്. അങ്ങനത്തെ വേഗ ഐഡിയാസ് പറ്റൂല. അതെ, യു നീഡ് ടു ബി എങ്ങനെ സ്നേഹിക്കും? റൊമാൻറ്റിക് ഹഗ് കൊടുക്കാം. What is the other way other than physical? ഫിസിക്കലി അവരെ മനസ്സിലാക്കുക, അവർക്ക് ഫ്രീഡം കൊടുക്കുക. ഫ്രീഡം കൊടുക്കണോ? പണ്ടത്തെ ആണെങ്കിൽ ഫ്രീഡം കൊടുക്കില്ലല്ലോ. ഫ്രീഡം സ്പേസ് കൊടുക്കുക, സപ്പോർട്ടീവ് ആവുക. ദാറ്റ് ഈസ് ഗുഡ് എക്സാമ്പിൾ ഓഫ് ലവ്, എക്സ്പ്രസിംഗ് ലവ്. പിന്നെ പിന്നെന്താ റൊമാൻറ്റിക് ഫിസിക്കലായിട്ടും ഉണ്ട്, അല്ലാതെ ഫിസിക്കൽ സെൻസിൽ അല്ലാത്ത ലവിലുണ്ടല്ലോ. പിന്നെ അവരുമായിട്ട് സംസാരിച്ചിരിക്കാമല്ലോ, ഇല്ലേ? സംസാരിച്ചിരിക്കുന്നത് സംസാരിക്കാൻ സമയമില്ല. ആണെങ്കിലും സമയമുണ്ട്, പെണ്ണുങ്ങൾക്കില്ല. പെണ്ണുങ്ങളാണ് അവർക്ക് അവരുടെ പേഴ്സണൽ ലൈഫ്, അവരുടെ പ്രൊഫഷണൽ ലൈഫ്, പേഴ്സണൽ ലൈഫ് രണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ അവർക്ക് സമയമില്ല. എന്നാലും പേഴ്സണൽ ലൈഫിലേക്ക് എത്തുമ്പോൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ അവർക്കും ഒരു സന്തോഷം കിട്ടൂലേ? ഈ പറയുന്ന ലവ് അവർക്കും വേണ്ടത് തന്നെയല്ലേ? അവരിപ്പോ നിങ്ങളെയാണ് സ്നേഹിക്കുന്നത്. കല്യാണം കഴിക്കാത്തവർ എന്ത് ചെയ്യണം? അത് പറയാം. അവർക്ക് അതാ പറഞ്ഞ കമ്പാനിയൻഷിപ്പിനായിട്ട് നിങ്ങൾക്ക് കല്യാണം കഴിച്ച് മാത്രമല്ലോ. നമ്മൾ എന്ത് ചെയ്യും? ഒരു പെണ്ണ് നമ്മളെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ കമ്പാനിയൻഷിപ്പ് നീഡ് ഫുൾഫിൽ ചെയ്യാൻ കല്യാണം കഴിക്കണമെന്നില്ല. അതിന് കൂട്ടുകാരിൽ നിന്ന് തന്നെ ഉണ്ടാകാമല്ലോ. കാരണം കമ്പാനിയൻഷിപ്പ്, ലവും ലസ്റ്റും വേറെ വേറെയാന്ന് ഇപ്പൊ സന്തോഷം പറഞ്ഞില്ലേ? അപ്പൊ ലവ് മാത്രമാണെങ്കിൽ വൈ നോട്ട്? അത് ഒത്തിരി പേരുടെ അടുത്ത് ഷെയർ ആവാമല്ലോ. അതിൽ ജെൻഡർ സ്പെസിഫിക് പോലും അല്ല.